ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 63ാമത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ പഠന വിഷയം എന്താണ്? ഇന്ന് ഡയലോഗ് പ്രാക്ടീസാണ്. നമ്മൾ ഹാസ്, ഹാവ്, ഹാഡ് എടുത്തു കഴിഞ്ഞിരിക്കുകയാണല്ലോ. ഇനി നമുക്ക് അതിൻ്റെ സംഭാഷണം എങ്ങനെ നടത്തുന്നു എന്നാണ്. ഇന്നത്തെ ക്ലാസ്സിന് പ്രത്യേകത ഹാസ്, ഹാവ്, ഹാഡ് മാത്രമല്ല ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഈസ്, ആർ, ആം, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡിഡ്, ഡസ്, വാട്ട്, വേർ, ഹൂസ്, ഹൗ മെനി തുടങ്ങിയ ചോദ്യവാക്കുകളൊക്കെ ഇടകലർന്ന്, ഇതെല്ലാം ഇടകലർന്ന് എങ്ങനെയാണ് സംസാരത്തിൽ വരിക എന്ന് നിങ്ങൾക്ക് ഒരു പ്രാക്ടീസിന് വേണ്ടി മാഷ് എന്താണ് പറയുകയാണ്. അപ്പോൾ രണ്ടുപേരും തമ്മിലുള്ള എയും ബിയും തമ്മിലുള്ള ഡയലോഗ് പോലെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എ ചോദിക്കുന്നു, ബി മറുപടി പറയുന്നു. ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, ബി ഇങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ എ ചോദിക്കുന്ന കാര്യങ്ങൾ ബിക്കും ചോദിക്കാൻ വേണമെങ്കിൽ ഉണ്ടാവും. അപ്പോൾ ബീനെ കൊണ്ട് പ്രത്യേകിച്ച് ചോദിപ്പിക്കണമെന്നില്ല. എ ചോദിക്കുന്ന കാര്യങ്ങൾ ബിക്കും ചോദിക്കാൻ പറ്റും. അപ്പോൾ ബി പറയുന്ന ഉത്തരങ്ങൾ എ പറഞ്ഞാലും മതി, അങ്ങനെ പറ്റും. അതുകൊണ്ട് മാഷ് എപ്പോഴും എ ചോദിക്കുന്നു, ബി മറുപടി പറയുന്നു എന്ന് വിചാരിച്ചാണ് പറയുന്നത് കേട്ടോ. ഇനി ബി ചോദിക്കുകയാണെങ്കിൽ മറുപടി എ പറഞ്ഞാലും മതി. ഇവിടെ നോക്കുക, ഞാൻ എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥവും ഇതിൻ്റെ ഏതെങ്കിലും, അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിച്ച് വിവിധങ്ങളായ ഗ്രാമർ ഉപയോഗിച്ചുള്ള വാചകങ്ങളാണ്. അപ്പോൾ ഒരുപാട് തരം വാചകങ്ങൾ ഇനിയും പഠിക്കാനുണ്ടല്ലോ ടെൻസൊക്കെ എത്തുമ്പോൾ. നമ്മുടെ ക്ലാസ് വളരെ കുറച്ചായിട്ടുള്ളൂ. അപ്പോൾ ഈ എടുത്തിടത്തോളം വെച്ച് നമുക്ക് സാധാരണ പറയാൻ പറ്റുന്ന കുറേ വാചകങ്ങളാണ് ഒരു സംഭാഷണ രൂപത്തിൽ ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു 4 സെറ്റ് അല്ലെങ്കിൽ 3 സെറ്റ് മാഷ് കാണിക്കുന്നതാണ്. ഇപ്പോൾ ആദ്യത്തെ സെറ്റ് എഴുതിയിട്ടുണ്ട്. നോക്കുക കേട്ടോ, നോക്കുക. ഒരാൾ ചോദിക്കണേ വാട്ട്സ് യുവർ നെയിം, താങ്കളുടെ പേരെന്താണ്? നമ്മൾ രണ്ടാൾ കണ്ട ആദ്യം അങ്ങനെയല്ലേ ചോദിക്കുക. ഇങ്ങനെ വാട്ട് ഈസ് യുവർ നെയിം ഉണ്ടാ, നമ്മൾ പഠിച്ച ഈസാറാമിൽപ്പെട്ട വാചകമാണ്. വാട്ടുള്ള ചോദ്യവാക്ക് ഉപയോഗിച്ചവരാണ്ട. അപ്പൊ എന്താണ് വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കുന്നതിന് പകരം ചുരുക്കിയിട്ട് എങ്ങനെ ചോദിക്കാം? യുവർ നെയിം പ്ലീസ് എന്ന് അങ്ങനെ ചോദിക്കാം. അല്ല, അപ്പൊ മറുപടി എന്താ? നമുക്ക് എല്ലാവർക്കും അറിയില്ല. നമ്മൾ പണ്ട് LKG പഠിച്ച സമയത്ത് പറഞ്ഞുള്ള മറുപടിയാണ് എന്ത്? മൈ നെയിം ഈസ് ബാബു, എൻ്റെ പേര് ബാബു എന്നാണ്. ഈസിന് ഉപയോഗം ഇവിടെ അല്ലേ? അതിനെന്ത് പറയാം? ഐ ആം ബാബു എന്നും പറയാം. മൈ നെയിം ഈസ് ബാബു എന്നും പറയാം. പിന്നെന്താ? ഐ ആം ബാബു എന്നും പറയാൻ പറ്റും. അപ്പൊ അതില് ആമിന്റെ ഉപയോഗം അല്ല. ഹു ഈസ് യുവർ ഫാദർ, നിന്റെ അച്ഛൻ ആരാണ്? ഈസിന്റെ ഉപയോഗം വന്നു, ഹുവിന്റെ ഉപയോഗം വന്നു. ഹു ഈസ് യുവർ ഫാദർ. മറ്റാൾക്ക് എന്ത് പറയും? മൈ ഫാദർ ഈസ് ജോൺ, എൻ്റെ അച്ഛൻ ജോൺ ആകുന്നു. വാട്ട് ഈസ് യുവർ ഫാദർ? അടുത്തത് ചോദിക്കുന്നത് വാട്ട് ഈസ് യുവർ ഫാദർ. എന്ത് നിന്റെ അച്ഛൻ എന്താവുന്നതാണ്? അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ, നിന്റെ അച്ഛന്റെ ജോലി എന്താകുന്നു? അപ്പൊ മറുപടി എന്താ? ഹി ഈസ് എ ഡ്രൈവർ. ഈ അച്ഛനെയാണ് ഹി എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. സബ്ജക്ട് ഹി വരുമ്പോ ക്രിയ സിംഗുലർ കണ്ട ഈസ്. വാട്ടിയാണ് ഇവിടെ വാട്ട് ഉപയോഗിച്ചത്. വാട്ട് ഈസ് യുവർ ഫാദർ? മറുപടി എന്താ? ഹി ഈസ് എ ഡ്രൈവർ. അപ്പൊ ചോദിക്കുകയാണ് ഈസ് ഹി എ ബസ് ഡ്രൈവർ? പോസിറ്റീവ് ക്വസ്റ്റ്യൻ. സഹായകർ ഉപയോഗിച്ച ചോദ്യം ഉണ്ടോ? ഫ്രണ്ടിലെ ഓക്സിലറി ഉപയോഗിച്ചിട്ട് ഈസ് ഹി എ ബസ് ഡ്രൈവർ, അയാള് അല്ലെങ്കിൽ അദ്ദേഹം ഒരു ബസ് ഡ്രൈവർ ആണോ? അപ്പൊ എന്താ മറുപടി? നോ നോ, ഹി ഈസ് എ കാർ ഡ്രൈവർ. അല്ല, അദ്ദേഹം ആരാണ്? ഒരു കാർ ഡ്രൈവറാണ്. ഇതിന്റെ ഉള്ളിലൊക്കെ നമ്മൾ പഠിച്ച ഗ്രാമറുകൾ വന്നേരം നോക്കാം കേട്ടോ. നെഗറ്റീവ് വാചകങ്ങൾ, പോസിറ്റീവ് വാചകങ്ങൾ, പോസിറ്റീവ് ക്വസ്റ്റ്യൻസ്, നെഗറ്റീവ് ക്വസ്റ്റ്യൻസ്, ഉത്തരങ്ങള്, അതുപോലെ തന്നെ WH ക്വസ്റ്റ്യൻസ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എല്ലാം ഇതിനുള്ളിൽ അടകലർന്ന് വരും കേട്ടോ. ഓക്കെ, അതിൽ വെറുതെ ചോദിക്കണേ ഹൗ ഓൾഡ് ഈസ് യുവർ ഫാദർ. ഓയിലും ചോദിക്കുന്നത് നിന്റെ അച്ഛന് എത്ര വയസ്സ് പ്രായമാകുന്നത്? നമ്മൾ പഠിച്ചതല്ല. എന്താണ് ഹൗ ഓൾഡ് ഇതിൽ വന്നിട്ടുണ്ടോ? ഇല്ല അല്ലെ, ഹെഡിങ്ങിൽ എഴുതിയിട്ടില്ലേ? നിന്റെ അച്ഛന് എന്ത് പ്രായമുണ്ട്? അപ്പൊ എൻ്റെ പറയാണ് ഹി ഈസ് 50 years old. അദ്ദേഹത്തിന് 50 വയസ്സ് പ്രായമുണ്ട്. അപ്പൊ ഉയരം ചോദിക്കുകയാണെങ്കിലോ ഹൗ ടോൾ ഈസ് ഹി, അദ്ദേഹത്തിന് എത്ര ഉയരമുണ്ട്? മറുപടി എന്താണ്? ഹി ഈസ് 6 feet tall. അദ്ദേഹത്തിന് 6 അടി ഉയരമുണ്ട്. നമ്മള് ഉയരം ചോദിക്കാനും പ്രായം ചോദിക്കാനൊക്കെ എന്താണ് പഠിച്ചിട്ടുള്ളല്ലേ? ഓക്കെ, എന്നിട്ട് അങ്ങോട്ട് ദൂരേക്ക് ചൂണ്ടിട്ട് ചോദിക്കണേ ഹൂസ് കാർ ഈസ് ദാറ്റ്. ഹൂസിന്റെ ഉപയോഗം ആരുടെ കാറാണ് അത്? അല്ലാതെ ആരുടെ കാറാണ്? മറുപടി എന്താ?
ദാറ്റ് അത് ഈസ് ആകുന്നു മൈ കാർ. അത് എൻ്റെ കാറാണ്. ഹൂസ് കാർ ഈസ് ദാറ്റ്? ഹൂസ് വെച്ച് ചോദ്യം. അപ്പോൾ ദാറ്റ് ഈസ് മൈ കാർ. ഈസ് ദാറ്റ് എ മാരുതി കാർ? അല്ല, അതൊരു മാരുതി കാറാണോ? അത് ആരുടെ കാറാണ്? അപ്പൊ ബി എന്താ പറഞ്ഞത്? അത് എൻ്റെ കാറാണ്. അപ്പൊ മറ്റേ ചോദിക്കണേ അതൊരു മാരുതി കാറാണോ? കണ്ട, ഈസ് ദാറ്റ്, ഈസ് ഫ്രണ്ടിൽ കണ്ട ചോദ്യം. അപ്പൊ മറുപടി നോ നോ നോ, ദാറ്റ് ഈസ് എ BMW. അല്ല, അതൊരു BMW കാറാണ്. അപ്പൊ ഒരു മാരുതി കാറാണോ? മറുപടി എന്താ? നെഗറ്റീവ് ഉത്തരമാണ് പറഞ്ഞത്. എന്താ? നോ, അല്ല, ദാറ്റ് ഈസ് എ BMW കാർ. ഇവിടെ രണ്ടിനോ എന്നൊക്കെ പറയാം, ഒരു ഇങ്ങനെ ഒരു പഞ്ചിന് വേണ്ടി. നോ 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 നോ, ദാറ്റ് ഈസ് എ BMW കാർ. കണ്ട, വാട്ട് ഈസ് യുവർ വൈഫ്സ് നെയിം? പിന്നെ വിഷയം മാറാണ്, വേറെ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. എന്നിട്ട് നിങ്ങളുടെ ഭാര്യയുടെ പേരെന്താണ്? വാട്ട്സ് യുവർ വൈഫ്സ് നെയിം? അല്ല, വൈഫിന്റെ പേരെന്താ? മറുപടി എന്താണ്? ഹെർ നെയിം ഈസ് സ്മിത. വേണമെങ്കിൽ എന്താണ്? മൈ വൈഫ്സ് നെയിം എന്ന് വേണമെങ്കിൽ പറയാം. എന്റെ ഭാര്യയുടെ പേര് അങ്ങനെ പറയാം. അല്ലെങ്കിൽ എന്താ പറയാം? അവളുടെ പേര് സ്മിത എന്നാകും. അല്ല, ഹെർ നെയിം. ഹെർ നെയിം എന്നത് സിംഗുലർ ആണ്, അതുകൊണ്ട് ഈസ് വന്നു. ഹെർ നെയിം ഈസ് സ്മിത. അവളുടെ പേര് സ്മിത എന്നാണ് അല്ലേ. ഡസ് ഷീ ഹാവ് എ കാർ? ഉണ്ടാ, എങ്ങോട്ട് കിടന്നു? ഹാസ് ഹാവിലത്തെ പോസിറ്റീവ് ക്വസ്റ്റ്യനിലേക്ക് കിടന്നു. ഉണ്ടാ, ഡസ് ഷീ ഹാവ് എ കാർ? അവൾക്ക് ഒരു കാറുണ്ടായി, ഭാര്യയ്ക്ക് ഒരു കാറുണ്ട്. മറുപടി എന്താ? നോ നോ നോ, ഷീ ഹാസ് എ സ്കൂട്ടർ. അവൾക്ക് ഒരു സ്കൂട്ടറാണ് ഉള്ളത്. അപ്പോൾ ഹാസിന്റെ ഉപയോഗം ഇത് അതിന്റെ പോസിറ്റീവ് ക്വസ്റ്റ്യൻ അല്ലേ. ക്വസ്റ്റ്യൻ ഡസ് ഫ്രണ്ട് വരുന്നുണ്ടോ? ഡസ് ഷീ ഹാവ്. ഇത് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഹാസ് ഷീ എ കാർ എന്ന് ചോദിക്കാം. ഉണ്ട്, ഹാസ് ഷീ എ കാർ അങ്ങനെ ചോദിക്കാം. അത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഉണ്ട്, പലതരത്തിൽ അതിൻ്റെ ഉള്ളിൽ ചോദിക്കാം. അപ്പൊ നോ, ഷീ ഹാസ് എ സ്കൂട്ടർ. അപ്പൊ അവൾക്കൊരു കാറുണ്ടോ? ഇല്ല. അപ്പൊ എന്താ മറുപടി? ഇല്ല, ഷീ ഹാസ് എ സ്കൂട്ടർ. അവൾക്ക് സ്കൂട്ടർ ആണുള്ളത്. അപ്പൊ ചോദിക്കണേ, ഡിഡ്ന്റ് ഷീ ഹാവ് ജീപ്സ്? ഏതാ? ഹാഡിലേക്ക് കിടന്നു. ഹാഡിലെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഡിഡ്ന്റ് ഷീ ഹാവ്, അവൾക്ക് ജീപ്പുകൾ ഉണ്ടായിരുന്നില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നില്ലേ? ഡിഡ്ന്റ് ലേണ്ട നാലാമത്തെ ചോദ്യമാണ്. നാലാമത്തെ ഹാഡിലെ നാലാമത്തെ ക്വസ്റ്റ്യൻ. ഡിഡ്ന്റ് ഷീ ഹാവ് ജീപ്സ്? അവൾക്ക് ജീപ്പുകൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ മറുപടി എന്താ? നോ, ഷീ ഡിഡ്ന്റ് ഹാവ് ജീപ്സ്. അല്ല, അവൾക്ക് ജീപ്പുകൾ ഉണ്ടായിരുന്നില്ല. ചോദ്യം എന്താ? ഡിഡ് ഷീ ഹാവ് ജീപ്സ്? അവൾക്ക് ജീപ്പുകൾ ഉണ്ടായിരുന്നില്ല. മറുപടി നോ, ഷീ ഡിഡ്ന്റ് ഹാവ് ജീപ്സ്. അവൾക്കൊന്നും ജീപ്പുകൾ ഉണ്ടായിരുന്നില്ല. ദെൻ ഒരു വാക്ക് മാറ്റിയത് അപ്പോൾ. അപ്പോൾ പിന്നെ എന്താ ഉണ്ടായിരുന്നേ? അങ്ങനെ വാക്ക് വെക്കുന്നു. ദെൻ അപ്പോൾ വാട്ട് ഡിഡ് ഷീ ഹാവ്? അവൾക്ക് എന്താണ് ഉണ്ടായിരുന്നത്? ജീപ്പുകൾ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ലേ? അപ്പൊ ഇല്ല എന്ന് പറയാണ്. അപ്പൊ ചോദിക്കുന്ന ആൾ ചോദിക്കണേ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഡിഡ് ഷീ ഹാവ്? അവൾക്ക് എന്താണ് ഉണ്ടായിരുന്നത്? suitable question fact, auxiliary verb, subjective verb ഉണ്ട്. WH question ആണ്. What did she have? ഹാഡിലെ പോസിറ്റീവ് ക്വസ്റ്റ്യൻ അല്ല, എന്താണ്? പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഉപയോഗിച്ചിട്ട്. അപ്പൊ അവൾക്ക് എന്താണ് ഉണ്ടായിരുന്നത്? അപ്പോൾ ഷീ ഹാഡ് കാർസ്. അവൾക്ക് കാറുകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഉണ്ടായിരുന്നില്ലേ? ഇല്ലില്ല, ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ എന്താണ് ഉണ്ടായിരുന്നത്? ഷീ ഹാഡ് കാർസ്. കണ്ട, ഹാഡിന്റെ ഉപയോഗം ചോദിക്കണേ, ഡിഡ് ഷീ ഹാവ് 5 കാർ? അപ്പൊ എണ്ണം ചോദിക്കണം. അവൾക്ക് 5 കാറുകൾ ഉണ്ടായിരുന്നോ? ഇത് ഡിഡിന്റെ നാക്കാണെങ്കിലോ ഉണ്ടായിരുന്നില്ലേ എന്ന് കണ്ട, ഉണ്ടായിരുന്നില്ല. അപ്പൊ ഡിഡ് ആയതുകൊണ്ട് അവൾക്ക് 5 കാറുകൾ ഉണ്ടായിരുന്നു. അപ്പൊ എന്താ മറുപടി? യെസ്, ഷീ ഹാഡ് 5 കാർസ്. അവൾക്ക് 5 കാറുകൾ ഉണ്ടായിരുന്നു. വേണ്ട, ഹാഡിന്റെ ഉപയോഗം. വേർ ദ ന്യൂ കാർസ്? അപ്പൊ 5 കാറുണ്ടായിരുന്നു പറഞ്ഞില്ലേ? അപ്പൊ പഴയ കാര്യമാണ്. അപ്പൊ നമുക്ക് വാസ് വേർലിക്കണം. എന്താ വാസ് വേർൽ വേറെ ഉപയോഗിച്ച് ചോദിക്കുകയാണ്. പോസിറ്റീവ് ക്വസ്റ്റ്യൻ. വേർ ദ ന്യൂ കാർസ്? അവ പുതിയ കാറുകളായിരുന്നു. കാറുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ചോദിക്കുകയാണ്, അത് പുതിയ കാറുകളായിരുന്നു. മറുപടി എന്താ? യെസ്, ദേ വേർ ന്യൂ കാർ. അതെ അതെ, അവ പുതിയ കാറുകളായിരുന്നു. അല്ലെങ്കിൽ എന്താ പറയാ? നോ, ദേ വേർ ഓൾഡ് കാർസ്. അല്ല, അവ പഴയ കാറുകളായിരുന്നു. അതിൽ പുതിയ കാറുകളായിരുന്നില്ല എന്ന് പറയണെങ്കിൽ പറയും നോ, ദേ വേർ നോട്ട് ന്യൂ കാർസ്. അല്ല, അവ പുതിയ കാറുകളായിരുന്നില്ല അങ്ങനെ പറയാം. അല്ലെങ്കിൽ എന്താ? പഴയ കാറുകളായിരുന്നു പറയാലോ, അങ്ങനെ വേണമെങ്കിൽ പറയല്ലോ. അപ്പൊ എന്താ? നോ, ദേ വേർ ഓൾഡ് കാർസ്. അല്ല, അവ പഴയ കാറുകളായിരുന്നു. എന്താ? അപ്പൊ ഇങ്ങനെ നമ്മൾ പഠിച്ചതിന് ഇടകലർത്തി എന്താണ്? പാട്ടും അതുപോലെ എന്താണ്? ഇത് വാസുകർത്ത വാചകം. പിന്നെ ഈസാറാമിൽ നിന്ന് വന്നു. ഹാസ് ഹാഡിൽ നിന്നൊക്കെ എന്താണ്? വാചകങ്ങൾ വന്നിട്ടുണ്ട്. ഇതുപോലെ മാഷ് വേറെ 1, 2, 3 ഡയലോഗ് കൂടി എന്താണ് എഴുതി നമ്മൾ പഠിച്ചതെല്ലാം നമുക്ക്
പറയാൻ പറ്റും എന്നുള്ള ഒരു ബോധ്യം നമുക്ക് എന്താണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇതില് സബ്ജക്റ്റ് ഇങ്ങനെ മാറി മാറി വെക്കാം, ഒബ്ജക്റ്റ് മാറി മാറി പറയാം കേട്ടോ. പക്ഷെ കുറച്ച് ഇങ്ങനെ കാണിച്ചിരുന്നു മാത്രം. ഇതൊക്കെ നമുക്ക് നമ്മൾ പല ഭാഗത്ത് പഠിച്ചതല്ലേ, ഇതല്ലേ കൂട്ടിച്ചേർത്ത് ഇങ്ങനെ വർത്താനം പറയാൻ പറ്റും. ഓക്കെ കേട്ടോ. അപ്പൊ ഈ മാറ്റത്ത് എന്താണ് അടുത്ത എഴുതാൻ പോവാണ്. ഇനി നമുക്ക് മറ്റൊരു ഡയലോഗ് നോക്കാം. ഇവിടെ നോക്കുക. വേർ ഈസ് യുവർ ഹൗസ്? നിന്റെ വീട് എവിടെയാകുന്നു? കണ്ടോ, വേർ ഈസ്. മൈ ഹൗസ് ഈസ് അറ്റ് ഒല്ലൂർ. എൻ്റെ വീട് ഒല്ലൂര് ആകുന്നു. കണ്ടോ, ഈസിന് ഉപയോഗം. വേർ ഈസ് ഒല്ലൂർ. ആട്ടെ, ഒല്ലൂർ എവിടെയാണ്? അപ്പൊ പറയണേ ഒല്ലൂർ ഈസ് ആകുന്നു ഇൻ തൃശ്ശൂർ. ഒല്ലൂര് തൃശ്ശൂരാകുന്നു. തൃശ്ശൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഒല്ലൂര്. ഹൗ മെനി ബ്രദേഴ്സ് ഡു യു ഹാവ്? അല്ല, ഹൗ മെനി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ബ്രദേഴ്സ് അല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, ഹൗ മെനി ഹൗ മച്ച് എന്നാണ് ഒബ്ജക്റ്റീവ് എന്ന് കൊണ്ടുവന്ന് ചോദിക്കണം. ഹൗ മെനി ബ്രദേഴ്സ് ഡു യു ഹാവ്? ആട്ടെ, നിനക്ക് എത്ര സഹോദരന്മാരുണ്ട്? ഐ ഹാവ് 3 ബ്രദേഴ്സ്. എനിക്ക് 3 സഹോദരന്മാരുണ്ട്. ഹു ആർ ദേ? അവരാരൊക്കെയാണ്? അവർ കണ്ട ഹു കണ്ട ഹു ആർ ദേ. എന്താണ് 6 വരാൻ കാരണം? അവര് കുറെ പേരുണ്ട് അല്ലേ, അവർ എന്ന് പറഞ്ഞാൽ കുറെ പേരുണ്ട്, അതുകൊണ്ടാണ് 6 വരാൻ കാരണം. ഹു ആർ ദേ? അവരാരൊക്കെയാണ്? ദയാർ, അനിൽ, സുനിൽ ആൻഡ് വിമൽ. അവര് അനിലും സുനിലും വിമലുമാണ്. ഈസെന്റ് അനിൽ എ പ്ലസ് സ്റ്റുഡന്റ്. അതിൽപ്പെട്ട അനിലുണ്ട്. അനില് ഈസെന്റ് ഈസാറാമിലെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ. അനിൽ ഒരു +2 വിദ്യാർത്ഥി അല്ലേ? നോ, ഹി ഈസ് എ +1. അല്ല അല്ല, അവനൊരു +1 വിദ്യാർത്ഥിയാണ്. ഈസ് ഹി എ കോമേഴ്സ് സ്റ്റുഡന്റ്? അവൻ ഒരു കോമേഴ്സ് വിദ്യാർത്ഥിയാണോ? നോ, ഹി ഈസ് എ സയൻസ് സ്റ്റുഡന്റ്. അല്ല, അവൻ ആരാണ്? അവനൊരു സയൻസ് വിദ്യാർത്ഥിയാണ്. ഡു യു ഹാവ് പാരന്റ്സ്? ആട്ടെ, നിങ്ങൾക്ക് മാതാപിതാക്കളുണ്ട്? കണ്ട, ഡു യു ഹാസ്യത്തെ പോസിറ്റീവ് ക്വസ്റ്റ്യൻ. ഡു യു ഹാവ് പാരന്റ്സ്? നിങ്ങൾക്ക് മാതാപിതാക്കളുണ്ടോ? എന്തോ ഉത്തരം? യെസ്, ഉണ്ട്. ഐ ഹാവ് പാരന്റ്സ്. എനിക്ക് മാതാപിതാക്കളുണ്ട്. ഹൗ ഓൾഡ് ആർ ദേ? അവർക്ക് എന്താണ് പ്രായം? ദേ, അവർക്ക് എന്താണ് പ്രായം? അപ്പൊ 2 ഉത്തരമാണ്. മൈ ഫാദർ ഈസ് 65 years old. എൻ്റെ അച്ഛന് അപ്പൊ മാതാപിതാക്കളുടെ പ്രായം എന്താണെന്ന് ചോദിക്കണം. അപ്പൊ എന്താണ്? അപ്പൊ രണ്ടാളും വെവ്വേറെ പറയാണ്. അതിന് അച്ഛൻ്റെ അമ്മയുടെ വയസ്സ് വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ എന്താണ്? മൈ ഫാദർ ഈസ് 65 years old. എൻ്റെ അച്ഛന് 65 വയസ്സാണ്. മൈ മദർ ഈസ് 60 years old. എൻ്റെ അമ്മയ്ക്ക് 60 വയസ്സുണ്ടോ? ഈസിന്റെ ഉപയോഗം വരുന്നുണ്ടോ? ഹൗ മെനി സിസ്റ്റേഴ്സ് ഡു യു ഹാവ്? ആട്ടെ, നിനക്ക് എത്ര സഹോദരിമാരുണ്ട്? ഹൗ മെനി സിസ്റ്റേഴ്സ് ഡു യു ഹാവ്? മറുപടി എന്താ? ഐ ഹാവ് 2 സിസ്റ്റേഴ്സ്. എനിക്ക് 2 സഹോദരിമാരാണ് ഉള്ളത്. ആർ ദേ ടീച്ചേഴ്സ്? കണ്ടാ, 6ലേക്ക് കിടന്നു. കണ്ട, അവർ അധ്യാപകരാണോ? യെസ്, ദേ ആർ ടീച്ചേഴ്സ്. അത് അവർ അധ്യാപകരാണ്. ആർ ദേ ഹൈസ്കൂൾ ടീച്ചേഴ്സ്? അവർ ഹൈസ്കൂൾ അധ്യാപകരാണോ? നോ, ദേ ആർ +2 ടീച്ചേഴ്സ്. അവർ ഹൈസ്കൂളിലല്ല, അതിനേക്കാളും എന്താണ് മുതിർന്ന +2 ടീച്ചർമാരാണ് അവര്. വേർ ഈസ് ദയർ സ്കൂൾ? വേറിലേക്ക്. വേർ ഈസ് എവിടെയാകുന്നു അവരുടെ സ്കൂൾ? അവരുടെ സ്കൂള് എവിടെയാകുന്നു? അപ്പൊ എന്താ? ദയർ സ്കൂൾ, അവരുടെ സ്കൂൾ ഈസ് ഇൻ തൃശ്ശൂർ. അവരുടെ സ്കൂൾ എവിടെയാണ്? തൃശ്ശൂരിലാകുന്നു. വലിയ സ്ഥലങ്ങളിലൊക്കെ ഈൻ വയ്ക്കാൻ പറ്റും. ഇവിടെ ഒല്ലൂർ എന്താണ്? വേർ ഈസ് ഒല്ലൂരിന്റെ ഉള്ളിൽ എന്താണ്? അറ്റു. ഒല്ലൂർ ചെറിയ സ്ഥലമാണ്, അതുകൊണ്ട് ഫ്രണ്ടിൽ അറ്റു നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലേ. തൃശ്ശൂർ വലിയ സ്ഥലമാണ്, അതുകൊണ്ട് ഇൻ വന്നു. ആറിന്റെ ദേ മാരിഡ്? അവർ വിവാഹിതരല്ലേ? മാരിഡ് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച അവസരം മാരിഡ് എന്താ? മാരിഡ് പീപ്പിൾ എന്ന് കേട്ടില്ലേ? മാരിഡ് വുമൺ, വിവാഹിതയായ സ്ത്രീ എന്നർത്ഥം. ആറിന്റെ പോസിറ്റീവ് ക്വസ്റ്റൻ ആണ്, അല്ല നെഗറ്റീവ് ക്വസ്റ്റൻ. ആറിന്റെ ദേ മാരിഡ്? ഈ പറഞ്ഞ സഹോദരിമാര് വിവാഹിതരല്ലേ? നോ, ദേ ആർ നോട്ട് മാരിഡ്. അവരാണ് നെഗറ്റീവ്. അവരെന്താണ്? വിവാഹിതരല്ല. ഇനി അവർ വർത്താനം അവസാനിപ്പിക്കണം. ചോദിക്കണേ, അട്ടെ ഹൗ ആർ യു? സുഖല്ലേ? സുഖല്ലേ നിനക്ക്? അപ്പൊ മറുപടി എന്താണ്? യെസ്. യെസ് എന്ന് പറയാം. ഐ ആം ഫൈൻ. ആമിന്റെ ഐ ആം ഫൈൻ, എനിക്ക് സുഖമാണ്. ഹൗ ആർ യു? ഐ ആം ഫൈൻ. ഇങ്ങനെ ഇതിലും എന്താണ് കുറെ വർത്താനം എന്താണ് ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഇനി വേറെ 2 തരം ഡയലോഗ് കൂടി മനുഷ്യർ എഴുതുന്നുണ്ട് കേട്ടോ.
അപ്പൊ ഇത് വായിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ഡയലോഗ് നോക്കാം. നമുക്ക് ഡയലോഗ് 3 നോക്കാം. ഹു വാസ് രാജു. ഈ ഡയലോഗിന്റെ പ്രത്യേകത എല്ലാം പാസ്റ്റ് ആണ്. വാസ് വേറെ, അതുപോലെ തന്നെ എന്താണ് ഹാഡ് ഉപയോഗിച്ചുള്ള വായനകളും എല്ലാം. ചോദ്യം ചോദിക്കലും ഉത്തരം പറയലും എല്ലാം എന്താണ് പാസ്റ്റ് ടെൻസിലും. നമുക്ക് കേട്ടോ. ഹു വാസ് രാജു. രാജു ആരായിരുന്നു? രാജു വാസ് മൈ ഫ്രണ്ട്. രാജുവിന്റെ സുഹൃത്തായിരുന്നു. വാസ് പ്രയോഗം. വാട്ട് വാസ് ഹി. അവൻ എന്തായിരുന്നു ജോലി? വാട്ട് വാസ് ഹി. അപ്പൊ എന്താ അവൻ എന്തായിരുന്നു ജോലി? അപ്പൊ എന്താ ഹി വാസ് എ ഫാർമർ. അയാളൊരു കൃഷിക്കാരനായിരുന്നു. ഹൗ അല്ല ഹൗ ആണ് കേട്ടാ. ഹൗ ഓൾഡ്. ഹി ഓൾഡ് അല്ല, എന്താണ് HOW. ഇത് ഹൗ ഓൾഡ് ആണ്. ഹൗ ഓൾഡ് വാസ് ഹി. അയാൾക്ക് എന്ത് പ്രായം ആയിരുന്നു? ഹൗ ഓൾഡ് നമ്മൾ ഹൗ ഓൾഡ് ഈസെങ്കിൽ പ്രാക്ടീസ് ചെയ്യണേ. ഇത് വാസ് നോക്ക്. ഹൗ ഓൾഡ് വാസ് ഹി. അയാൾക്ക് എന്ത് പ്രായമായിരുന്നു? ഹി വാസ് 60 years ഉള്ള. അദ്ദേഹത്തിന് 60 വയസ്സ് പ്രായമായിരുന്നു. ഹു വാസ് രാജുസ് വൈഫ്. രാജുവിന്റെ ഭാര്യ ആരായിരുന്നു? ഹൂലേക്ക് കിടന്ന് വാസുണ്ട്. രാജുവിന്റെ ഭാര്യ ആരായിരുന്നു? അപ്പൊ മറുപടി എന്താ? രാജുസ് വൈഫ് വാസ് രമ. രാജുവിന്റെ ഭാര്യ രമയായിരുന്നു. വാട്ട് വാസ് ഷി. അവൾക്ക് എന്തായിരുന്നു ജോലി? ഷി വാസ് എ ഹൗസ് വൈഫ്. അവൾ എന്താണ്? ഒരു ഹൗസ് വൈഫ് ആയിരുന്നു. വാട്ട് ഡിഡ് രാജു ഹാവ്. ഹാഡിലേക്ക് കിടന്നു. അതിലെ പോസിറ്റീവ് ക്വസ്റ്റ്യൻ. രാജുവിന് എന്താണ് ഉണ്ടായിരുന്നത്? വാട്ട് ഡിഡ് ഹാവ് രാജു. വാട്ട് ഡിഡ് രാജു ഹാവ്. രാജുവിന് എന്താണ് ഉണ്ടായിരുന്നത്? മറുപടി ഹി ഹാഡ് എ ജീപ്പ്. അയാൾക്ക് ഒരു ജീപ്പാണ് ഉണ്ടായിരുന്നത്. വാസ് ഇറ്റ് എ ന്യൂ ജീപ്പ്. ആ ജീപ്പ് ഒരു ഇറ്റ് എന്ന് പറഞ്ഞ ജീപ്പിനാണ് ഉദ്ദേശിക്കുന്നത്. വാസ് ഇറ്റ് എ ന്യൂ ജീപ്പ്. അത് പുതിയ ജീപ്പായിരുന്നു? നോ, അല്ല. ഇറ്റ് വാസ് ആൻ ഓൾഡ് ജീപ്പ്. അത് ഒരു പഴയ ജീപ്പായിരുന്നു. ഓൾഡിന്റെ ഓ എന്നപ്പോഴാണ് ഇവിടെ എൻ വന്നത്. കണ്ടാ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അല്ല, അതെന്താണ്? പഴയ ജീപ്പായിരുന്നു. ഹു വേർ രാജുസ് ഡോട്ടേഴ്സ്. രാജുവിന്റെ പെൺമക്കൾ ആരൊക്കെയായിരുന്നു? ഹു വേർ വേറൊരു കാരണം ഡോട്ടേഴ്സ് ആണ് അല്ലേ. അത് ഒന്നിൽ കൂടുതലുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എന്താണ് വേറെ വരുന്നത്. രാജുവിന്റെ ഒരു ഡോട്ടറെ കുറിച്ചാണെങ്കിലോ ഹു വാസ് രാജുസ് ഡോട്ടർ എന്ന് പറയാം. ഹു വാസ് രാജുസ് ഡോട്ടർ. ഇത് ഡോക്ടർമാരെ കുറിച്ചാണ് ചോദ്യകർത്താവ് ചോദിക്കുന്നത്. അപ്പൊ ഡോക്ടർമാർ എന്നത് കൊണ്ട് ആളെന്ത് ചെയ്തു? കണ്ട, പ്ലൂരിലേക്ക് വേറിലേക്ക് കിടന്നു. രാജുസ് ഡോട്ടേഴ്സ് വേർ മിനി ആൻഡ് സിനി. മിനിയും സിനിയുമായിരുന്നു രാജുവിന്റെ പെൺമക്കൾ അല്ലെ. എന്താണ്? വേർ ദ സ്കൂൾ ടീച്ചേഴ്സ്. ഈ രാജുവിന്റെ പെൺമക്കള് വേർ കണ്ട പോസിറ്റീവ് ക്വസ്റ്റ്യൻ. വേർ ദ സ്കൂൾ സ്റ്റുഡൻസ്. അവര് രാജുവിന്റെ പെൺമക്കള് സ്കൂൾ വിദ്യാർത്ഥികളായിരുന്നോ? നോ, ദേ വേർ കോളേജ് സ്റ്റുഡൻസ്. അവര് കോളേജ് വിദ്യാർത്ഥികളായിരുന്നു. വേർ വാസ് രാജുസ് ഹൗസ്. വേറിലേക്ക് കിടന്നു. സ്ഥലത്തെ കുറിച്ച് ചോദിക്കണം. എവിടെ ആയിരുന്നു രാജുവിന്റെ വീട്? രാജുസ് ഹൗസ് വാസ് ഇൻ കൊച്ചി. രാജുവിന്റെ വീട് കൊച്ചിയിലായിരുന്നു. കൊച്ചിയിൽ വലിയ സ്ഥലമായതുകൊണ്ട് ഇൻ കൊച്ചിയിൽ എന്നുള്ളത് ഇൻ വന്നത് അർത്ഥം. ഹൗ മെനി കാർസ് ഡിഡ് രാജു ഹാവ്. രാജുവിന് എത്ര കാറുകളാണ് ഉണ്ടായിരുന്നത്? ഹൗ മെനി കാർസ്. ഹൗ മെനി കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ഒബ്ജക്റ്റ് വരണം. ഹൗ മെനി കാർസ് ഡിഡ് രാജു ഹാവ്. രാജുവിന് എത്ര കാറുകളാണ് ഉണ്ടായിരുന്നത്? മറുപടി രാജു ഹാഡ്. മറുപടി ഹാഡിലേക്ക് വന്നു. രാജുവിന് 3 കാറുകളാണ് ഉണ്ടായിരുന്നത്. ഹു വേർ രാജുസ് ഫ്രണ്ട്സ്. ആരൊക്കെയായിരുന്നു രാജുവിന്റെ സുഹൃത്തുക്കൾ? ഇതിപ്പോ ഫ്രണ്ട് ഒരാളാണെങ്കിൽ എന്താണ്? ഹു വാസ് വരാണ്ട. ഹു വാസ് രാജുസ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഒരാളെ കുറിച്ചായിരിക്കും. ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട് നമുക്കറിയാം. അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കാൻ കാരണം. ആരൊക്കെ ആയിരുന്നു രാജുവിന്റെ കൂട്ടുകാർ? ബാബു ആൻഡ് ഡേവിസ് വേർ. രണ്ടുപേരുണ്ട്. അതുകൊണ്ട് എന്താണ്? വേർ രാജുസ് ഫ്രണ്ട്. ബാബു ഡേവിഡുമായിരുന്നു ആരുടെ? രാജുവിന്റെ സുഹൃത്തുക്കൾ. വേർ ദേ ഗുഡ് ഫ്രണ്ട്സ്. അവര് നല്ല കൂട്ടുകാരായിരുന്നോ? യെസ്, ദേ വേർ ഗുഡ് ഫ്രണ്ട്സ്. അതെ, അവർ നല്ല കൂട്ടുകാരായിരുന്നു. ഹാഡ് ദേ വൈഫ് ആൻഡ് ചിൽഡ്രൻ. ഈ കൂട്ടുകാർക്ക് ഉണ്ടായിരുന്നു. ഹാഡ് കണ്ട, ഇത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് കിടന്നു. ഡിഡ് ദേ ഹാവ് എന്ന് ചോദിച്ചാൽ മതി. കണ്ട, ഡിഡ് ദേ ഹാവ് എന്ന് വെച്ചാൽ അമേരിക്കൻ ഇംഗ്ലീഷ്. അതിന് പേര് എന്താണ്? ഹാഡ് ദേ വൈഫ് ആൻഡ് ചിൽഡ്രൻ. അവർക്ക് ഭാര്യയും കുട്ടികളും ഉണ്ടായിരുന്നോ? യെസ്, ദേ ഹാഡ് വൈഫ് ആൻഡ് ചിൽഡ്രൻ. അതെ,
അവർക്ക് ഭാര്യയും കുട്ടികളും ഉണ്ടായിരുന്നു. ഹൂസ് ഹസ്ബൻഡ് വാസ് ബിനു. വേറെ ചോദിച്ചിരിക്കണേ, അല്ല ആരുടെ ഭർത്താവായിരുന്നു ബിനു? കണ്ട ഹൂസിലേക്ക് കിടന്നു. ഹൂസ് ഹസ്ബൻഡ്. നമ്മൾ ഹൂസിന്റെ ഉപയോഗത്തിന് പഠിച്ചില്ല, ഒബ്ജക്റ്റ് കൂട്ടവർക്ക് നന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഹൂസ് കഴിഞ്ഞ ഉടനെ എന്താണ് നേരിട്ട് സഹായിക്കുക, എല്ലാവരും ഒബ്ജക്റ്റ് കൂട്ടി വയ്ക്കണം. ഹൂസ് ഹസ്ബൻഡ് വാസ് ബിനു. ബിനു ആരുടെ ഭർത്താവായിരുന്നു? മറുപടി എന്താ? ബിനു വാസ് മീരാസ് ഹസ്ബൻഡ്. ബിനു മീരയുടെ ഭർത്താവ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ഈ ഡയലോഗ് എന്താണ്? കഴിഞ്ഞു. നമുക്ക് ഒരു ഡയലോഗ് കൂടി നോക്കാം. ഇവിടെ നോക്കുക. ഹൂ ആർ യു? നീ ആരാകുന്നു? അപ്പൊ നമ്മൾ എന്ത് പറയാം? നമ്മൾ നമ്മുടെ പേര് പറഞ്ഞില്ലേ, ഐ ആം ഡേവിഡ്, ഐ എം എ പോലീസ്മാൻ. അത് പറയാലോ, നമ്മളൊന്ന് ജോലിയും പറയാലോ. ഐ എം എ പോലീസ്മാൻ, ഐ എം എ ടീച്ചർ, അങ്ങനെയും പറയാം. അപ്പൊ എന്താ? ഐ എം ഹു ആർ യു? അപ്പൊ എന്താ മറുപടി? ഐ ആം ഡേവിഡ്, ഞാൻ ഡേവിഡ് ആവുന്നു. അറിയോ ഡോക്ടർ? നീ ഡോക്ടർ ആണോ? നോ, ഐ എം എ ടീച്ചർ. അല്ല, ഞാൻ ടീച്ചറാണ്. അല്ല, ഞാൻ ടീച്ചറാകുന്നു. ഡു യു ഹാവ് പാരൻസ്? ഡൂലിക്ക് കിടന്നുണ്ടോ? ഹസ്കാവ്. നിങ്ങൾക്ക് മാതാപിതാക്കളുണ്ടോ? അല്ലെങ്കിൽ താങ്കൾക്ക് മാതാപിതാക്കളുണ്ടോ? നോ, ഐ ഹാവ് നോ പാരൻസ്. എന്താ നോ പ്രയോഗം? ഉണ്ടോ? നോ നോ നോട്ട് മാറി നോ വെച്ചു. നോ, ഐ ഹാവ് നോ. ഇല്ല, എനിക്ക് മാതാപിതാക്കൾ ഇല്ല. ഡു യു ഹാവ് എലഫൻസ്? അട്ടെ, നിനക്ക് ആനകളുണ്ടോ? എന്തെങ്കിലുമൊക്കെ ചോദിക്കുക. കണ്ടോ, നിനക്ക് ആനകളുണ്ടോ? യെസ്, ഐ ഹാവ് എലഫൻസ്. എനിക്ക് ആനകളുണ്ട്. ഹൗ മെനി എലഫൻസ് ഡു യു ഹാവ്? നിനക്ക് എത്ര ആനകളുണ്ട്? മറുപടി എന്താ? ഐ ഹാവ് 5 എലഫൻസ്. എനിക്ക് 5 ആനകളുണ്ട്. ഹു ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? നിന്റെ ഏറ്റവും നല്ല സുഹൃത്ത് ആരാണ്? രാഹുൽ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. രാഹുലാണ് എന്റെ ഏറ്റവും നല്ല സുഹൃത്ത്. ഡസ് രാഹുൽ ഹാവ് ഷോപ്സ്? രാഹുലിന് കടകളുണ്ടോ? കടകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. കാറൊക്കെ ചോദിക്കാറ്. രാഹുലിന് കടകളുണ്ടോ? യെസ്, രാഹുൽ ഹാസ് ഷോപ്സ്. ഹി എന്ന് ചോദിക്കാനില്ലേ? രാഹുലിന് ഹി എന്ന് പറയാം. രാഹുലിന് എന്താണ്? കടകളുണ്ട്. ഹൗ മെനി ഷോപ്സ് ഡസ് രാഹുൽ ഹാവ്? രാഹുലിന് എത്ര കടകളുണ്ട്? മറുപടി എന്താ? രാഹുൽ ഹാസ് 2 ഷോപ്സ്. രാഹുലിന് 2 കടകളാണ് ഉള്ളത്. ആർ ദേ സ്റ്റേഷനറി ഷോപ്സ്? ആ കടകൾക്കാണ് ദേ എന്ന് പറയുന്നത്. അവ ആർ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. അവ സ്റ്റേഷനറി ഷോപ്പുകളാണോ? നോ, ദേ ആർ ജ്വല്ലറി ഷോപ്സ്. അല്ല, അവ എന്താണ്? ആഭരണങ്ങൾ വിൽക്കുന്ന കടകളാണ്. അതെ. ഹു വാസ് സ്മിത? വാസിക്ക് കിടന്നു. സ്മിത ആരായിരുന്നു? മറുപടി എന്താ? സ്മിത വാസ് മൈ സിസ്റ്റർ. സ്മിത എന്റെ സഹോദരിയായിരുന്നു. ഹൗ മെനി സിസ്റ്റേഴ്സ് ഡസ് ഷീ ഹാവ്? അവൾക്ക് എത്ര സഹോദരിമാർ ഉണ്ട്? വേണേ അത് ഉണ്ടായിരുന്നു ചോദിക്കാം. അപ്പൊ ഹൗ മെനി സിസ്റ്റേഴ്സ് ഡിഡ് ഷീ ഹാവ്? അവൾക്ക് എത്ര സഹോദരിമാർ ഉണ്ടായിരുന്നു എന്നാണെങ്കിൽ ഡിഡ് ഷീ ഹാവ്. നമുക്കവിടെ ഉണ്ടെന്ന് ചോദിക്കണമെങ്കിൽ എന്താണ്? ഡസ് ഷീ ഹാവ്? എത്ര സഹോദരിമാർ അവൾക്ക് ഉണ്ട്? മറുപടി എന്താ? ഷീ ഹാസ് എന്താണ്? 3 സിസ്റ്റേഴ്സ്. അവൾക്ക് 3 സഹോദരിമാരുണ്ട്. ഇനി ഉണ്ടായിരുന്നാണെങ്കിലോ? ഷീ ഹാഡ് 3 സിസ്റ്റേഴ്സ് പറയാല്ലേ. ആറിൻഡ് ദ എംപ്ലോയീസ്? അവർ തൊഴിലാളികളായിരുന്നില്ലേ? അല്ല അല്ല, അവർ തൊഴിലാളികളല്ലേ? ഇത് വേറിന്റെ ആണെങ്കിലാണ് ഇത് ആയിരുന്നില്ലെന്നല്ല. ആറിൻഡ് ദ എംപ്ലോയീസ്? അവർ തൊഴിലാളികൾ അല്ലേ? ഇത് വേറാണെങ്കിലോ? തൊഴിലാളികൾ ആയിരുന്നില്ലേ എന്നോ? നോ, ദേ ആർ സ്റ്റുഡൻസ്. തൊഴിലാളികളൊന്നുമല്ല, അവരെന്താണ്? വിദ്യാർത്ഥികൾ ആകുന്നു. ദേ ആർ സ്റ്റുഡൻസ്. അപ്പൊ നമ്മൾ ടെൻസൊക്കെ മാറ്റി മാറ്റി പറയാം. നമ്മൾ പല ടെൻസിൽ പലതരത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നത് മാത്രമേ കേട്ടോ. ചിലപ്പോൾ ഒരു ബന്ധമില്ലാത്ത പോലെ ഡയലോഗ് പറയുമെന്ന് നടന്നു. 2 ആളുകൾ തമ്മിൽ വർത്താനം ശരിക്കും പറയുമ്പോൾ കൃത്യമായിട്ട് വരുന്നത്. ഇത് നമ്മൾ ഉണ്ടാക്കി പറയാണല്ലോ കേട്ടോ. എന്താണ്? ഇനി വിൽ ബിയിലേക്ക് കിടന്നു. നോ, ദേ ആർ സ്റ്റുഡൻസ്. അല്ല, അവർ വിദ്യാർത്ഥികളാകുന്നു. ഹു വിൽ ബി സുമേഷ്? സുമേഷ് ആരാകും? കണ്ട, വിൽ ബി ആകും. ഹു വിൽ ബി സുമേഷ്? സുമേഷ് ആരാകും? സുമേഷ് വിൽ ബി എ ഡ്രൈവർ. അയാളൊരു ഡ്രൈവറാകും. സുമേഷ് ഒരു ഡ്രൈവർ ആകും. അനുമാനം, ഉദ്ദേശം പറയാണല്ലേ. വിൽ ഹി ബി എ ബസ് ഡ്രൈവർ? അയാൾ ബസ് ഡ്രൈവർ ആകുമോ? മറുപടി എന്താ? യെസ്, ഹി വിൽ ബി എ ബസ് ഡ്രൈവർ. അതെ,
അയാളൊരു ബസ് ഡ്രൈവർ ആകും. വിൽ സുമേഷ് ബി എ ഗുഡ് ഡ്രൈവർ? സുമേഷ് ഒരു നല്ല ഡ്രൈവർ ആകുമോ? മറുപടി എന്താ? യെസ് ഹി വിൽ ബി എ ഗുഡ് ഡ്രൈവർ. അതെ, അയാളൊരു നല്ല ഡ്രൈവർ ആകും. കണ്ട, അപ്പൊ വിൽ ബി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ മാഷിപ്പോ ഓർമ്മയുള്ള കുറയാണ് മൂന്നാല് എന്താണ് ഡയലോഗുകളിലേക്കൂടെ പറഞ്ഞു കൊടുക്കുന്നത് മാത്രമല്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ പഠിച്ചതെല്ലാം എന്താണ് ഒരു യഥാർത്ഥ സംഭാഷണം വരുമ്പോ എന്താണ് ഈ പഠിച്ച മേഖലയിൽ മാത്രമല്ല. നമ്മള് ഈ സരമ വാസുകാവ് കാസുകാവ് ഹാഡ് ഡു ഡിഡ് ഡസ് ഒരേ പഠിച്ചിട്ടുള്ളൂ. ഈ പഠിച്ച മേഖലയിൽ എന്താണ് പരമാവധി ചോദ്യങ്ങള് നമുക്ക് ചോദിക്കാനും ഉത്തരം പറയാൻ എന്താണ് പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള എന്താണ് ഡയലോഗുകൾ പറഞ്ഞ് എന്ത് ചെയ്യണം? ചോദ്യം ചോദിക്കാനും ഉത്തരം പറയാം. പല ടെൻസുകളിലും ഹാസിലും ഹാവിലും ഹാഡിലും അതുപോലെ തന്നെ ഈസിലും വാസിലും ഇസാറാമിലും വാസുകളൊക്കെ എന്താണ് ഇങ്ങനെ ഒരാള് എ ആയിട്ട് പറയും, ഒരാൾ ബി ആയിട്ട് പറയും. ഉണ്ട് ചോദ്യങ്ങളും ഉത്തരങ്ങളും പറയാൻ എന്താണ് എല്ലാം ടച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ എന്താണ് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മാർച്ചിന്റെ ക്ലാസ് അവസാനിപ്പിക്കാനുണ്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.